കണ്ണ് മേശ ഉണ്ടെന്ന് കാണുന്നുണ്ടോ? കണ്ണ് കാണുന്നതല്ല. നമ്മൾ പറഞ്ഞില്ലേ, കണ്ണിനപ്പുറത്ത് ബുദ്ധി കണ്ണ് മേശയെ കാണുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നു അവിടെ മേശയല്ല, ബ്രഹ്മമാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? കണ്ണ് മേശയെ കാണുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു അവിടെ മേശയില്ല, ബ്രഹ്മമേ ഉള്ളൂ എന്ന്. ഇതാണ് ഒരു ബ്രഹ്മനിഷ്ഠന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ജഡമറിവിയില്ല. ജഡത്തിന് ഈ ബ്രഹ്മാനുഭവം ഒന്നും സാധ്യമേ അല്ല. ജഡമറിവിയില്ല, അറിവിനു ചിന്തയില്ല. യഥാർത്ഥ ബോധത്തിന് ചിന്തയില്ല. ചിന്ത എന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദം ജഡമാണ്, സൂക്ഷ്മ ജഡം. എനർജിയൊക്കെ സട്ടിൽ മാറ്ററാണ്. അതൊന്നും ഇന്നാർക്കും സംശയമില്ലല്ലോ. സൗണ്ട് എനർജിയാണ് ആദ്യമായി സ്പന്ദിക്കുന്ന എനർജി. അപ്പോൾ സൗണ്ട് സൂക്ഷ്മമായ ജഡമാണ്. ബോധത്തിൽ ഒരിക്കലും ജഡം സാധ്യമല്ല. അപ്പൊ ജഡം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ വെറും ഭ്രമം. ബോധവും ജഡവും പരസ്പര വിരുദ്ധമാണ്. ഗുരുദേവൻ എത്ര സൂക്ഷ്മമായി ഈ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നോക്കുക. അതാണ് ജഡം അറിവിയില്ല, അറിവിനു ചിന്തയില്ല. ചിന്ത ജഡമാണ്, ശബ്ദമാണ്. ആദ്യം ആവിർഭവിക്കുന്ന ശബ്ദം. അറിവിന് ഈ ജഡമില്ല. ശുദ്ധമായ ബോധത്തിൽ ജഡത്തിന്റെ കണിക പോലുമില്ല. ശബ്ദത്തിന്റെ ധ്വനിയും അടങ്ങുമിടം സ്വയം പ്രകാശം. ധ്വനി പോലും, സൗണ്ട് എനർജി പോലും എവിടെ പൂർണ്ണമായി അസ്തമിക്കുമോ അവിടെയാണ് പരമമായ സത്യം. അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം നേരത്തെ പറഞ്ഞില്ലേ, രൂപം കാണുന്നത് പോലെ സൗണ്ട് കേട്ടു എന്ന് വരും. കേട്ടാലും ഇല്ല, അതുണ്ടാവാൻ സാധ്യമല്ല. ബോധത്തിൽ അതുണ്ടാവാൻ സാധ്യമല്ല. ബോധം നിശ്ചലമാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ ബ്രഹ്മത്തിൽ എങ്ങനെയാണ് ചലിക്കുന്ന എനർജി സ്പന്ദിക്കുക? അതുകൊണ്ടാണ് എനർജിയുടെ സ്പന്ദന സ്ഥലം കണ്ടുപിടിക്കാൻ ഒരിക്കലും ഈ ആധുനിക ശാസ്ത്രത്തിന് കഴിയാതിരിക്കുന്നത്. പുറമേ അന്വേഷിക്കുന്നിടത്തോളം ഒരിക്കലും കഴിയുകയില്ല. കഴിയാത്തിടത്തോളം പ്രപഞ്ചത്തിന്റെ ഉത്പത്തി രഹസ്യം അവർക്ക് പിടികിട്ടുകയുമില്ല. വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞ് ആളുകളെ ഭ്രമിപ്പിക്കാമെന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചത്തിന്റെ ഉത്പത്തി രഹസ്യം പുറമേ അന്വേഷിക്കുന്ന ആർക്കും ഒരിക്കലും പിടികിട്ടില്ല. ഇത് വേദാന്തത്തിന്റെ പെരുമ്പറ ഘോഷമാണ്. അതുതന്നെയാണ് ഗുരുദേവനിവിടെ പറയുന്നത്. ജഡം അറിവിയില്ല, അറിവിനു ചിന്തയില്ല. ചിന്ത ശബ്ദമാണ്. ശബ്ദമെന്ന ജഡം അറിവിന്, ബോധത്തിന്, ഇവിടുത്തെ അറിവെന്ന് പറഞ്ഞാൽ ബോധം. ബോധത്തിന് ഗുരുദേവൻ ബോധത്തെ അറിവെന്ന മലയാള പദം കൊണ്ടാണ് ആത്മോപദേശത്തിലൊക്കെ വ്യവഹരിക്കുന്നത്. അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല. അറിവ് ഓതുക എന്ന് വെച്ചാൽ ശബ്ദം ഉച്ചരിക്കുക. അറിവ് ഓതുകില്ല, അറിവ് ഒരിടത്തും ശബ്ദിക്കുകയില്ല. അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല. അറിവ് എന്നറിയൂ. ബോധം, ശുദ്ധബോധം, ആനന്ദസ്വരൂപം, നിശ്ചലം, സർവവ്യാപ്തം, നമ്മിലൊക്കെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. ജഡമുണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം. ഇതറിഞ്ഞാൽ ഭ്രമത്തിൽ എന്തിനു പറ്റി നിൽക്കണം? ശബ്ദമുൾപ്പെടെയുള്ള ഭ്രമത്തിൽ സംഘബദ്ധനാകരുത്. അറിഞ്ഞു സർവം വിടുകിൽ, ജഡമായി കാണുന്ന എല്ലാറ്റിനെയും വിടൂ എന്ന് പറഞ്ഞാൽ പുറത്ത് വാതിലിനപ്പുറത്ത് അടിച്ചോടിക്കൂ എന്നല്ല അർത്ഥം. ഇല്ലാത്തതാണെന്ന് ഉറപ്പിക്കൂ. ഗുരുദേവൻ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ആത്മോപദേശത്തിൽ. മരണവുമില്ല, ഉറപ്പുമില്ല, വാഴും നരസുരാദീൻ ഇല്ല. ഈ ഉറപ്പിക്കലാണ് വിടൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം. മരുഭൂമിയിലെ വെള്ളം മാറ്റി നിർത്തൂ. മരുഭൂമിയിലെ വെള്ളം എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? ഒരറ്റത്ത് വന്നപ്പോൾ അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. എടോ, ഇല്ലെന്നുള്ളത് തെളിഞ്ഞില്ലേ? അപ്പോൾ വെള്ളം കണ്ടാലും ഇല്ലെന്ന് അനുഭവിക്കൂ. ഇല്ലാത്ത വെള്ളത്തിന് എന്തിനുണ്ടെന്ന് അനുഭവിക്കണം? കാണുന്നുണ്ടല്ലോ, കാണുന്നത് ഭ്രമം.
അതാണ് ഈ കാണുന്നത് ഭ്രമം. ഇല്ലെന്നറിഞ്ഞ് വിടുവിൽ സർവം വിടൂ. ഞാനെന്ന ശബ്ദോച്ചാരണം ഉൾപ്പെടെയുള്ള എല്ലാം വിടൂ. ദൈവദശകത്തിലൊക്കെ ഗുരുദേവനത് ഭംഗിയായിട്ട് പറയുകയും ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, ഒന്നൊന്നായിട്ട് എണ്ണുന്ന പൊരുളുകളെ ഒടുക്കൂ. എങ്ങനെ ഒടുക്കൂ? പുറത്തു തള്ളാനൊന്നും പറ്റില്ല. ഒന്നുമില്ലാത്തത് എന്ന് തീരുമാനിക്കൂ. എല്ലാം ജഗതീശ്വരൻ, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇനി എന്താ സംശയം? എല്ലാം ആ ജഗതീശ്വരൻ ഓരോന്നായിട്ടെണ്ണി. എന്താ ഇത് ബോധത്തിൽ നിന്ന് ഭിന്നമാണോ? അല്ല. മനസ്സ് എണ്ണി മാറ്റൂ. എങ്ങനെ? മനസ്സ് ബോധത്തിൽ നിന്ന് ഭിന്നമാണോ? അല്ല. എന്തുകൊണ്ട്? ബോധമില്ലെങ്കിൽ മനസ്സില്ല. അതുകൊണ്ട് മനസ്സായി കാണുന്നത് ബോധം തന്നെ എന്ന് ഉറപ്പിക്കൂ. ഇതാണ് ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കുക. ഇത് തന്നെയാണ് ഈശാവാസ്യോപനിഷത്ത് പറയുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത. കാണുന്നതിനെ ഒക്കെ ഉപേക്ഷിക്കൂ, എന്നിട്ട് ഭുജിക്കൂ ആനന്ദം. എന്താ ഭുജിക്കുക? അതിരറ്റ ആനന്ദം. ഇതിനൊക്കെ എങ്ങനെ ത്യജിക്കുക? ഇല്ലെന്നുറപ്പിക്കൂ. ഇത് തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഒടുവിൽ അർജുനനുള്ള പരമരഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഞാനിത് പലപ്പോഴും പറഞ്ഞതാണ്. നിന്നോടെനിക്ക് അതിരറ്റ ഇഷ്ടമാണ്. ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമി. എന്താ വക്ഷ്യാമി? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. ഈ പരിത്യാഗം എന്ന് പറയുന്ന ദൂരപരിചര്യയിലാണെങ്കിൽ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? എവിടെ പോയാലാണ് സാധിക്കുക? ഋഷികേശത്ത് പോയാൽ സാധിക്കുമോ? അവിടെയും ചുറ്റുപാടും ഒക്കെ ജഡമാണ്. ഒരു സത്യം അറിയാത്തയാളിന് സർവത്ര ജഡം. പരലോകത്ത് സ്വർഗത്ത് പോയാൽ അവിടെയും ഉണ്ട് കാമധേനു, ജഡം, കൽപ്പവൃക്ഷം ഒക്കെ അവിടെയും ഉണ്ട്. അപ്പോ ഇതൊക്കെ ബ്രഹ്മമായി കാണുന്നതാണ്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എല്ലാറ്റിലും എന്നെ കാണൂ, അതാണ് ശരണം വ്രജ. വ്യവസായാത്മിക ബുദ്ധിരേഖ, നിശ്ചയം വന്ന ബുദ്ധി അർജുന ഒന്നു മാത്രം. ഞാനിതൊക്കെ പറയുന്നത് ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവനും കൃഷ്ണൻ പറഞ്ഞ സർവധർമാൻ പരിത്യജ്യ അത് തന്നെ പറയുന്നു. സർവം വിടുകിലവൻ. സർവം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ബാക്കി വെക്കുക? വിടുന്ന തന്നെ ഒഴിച്ച് മറ്റെല്ലാത്തിനെയും വിടൂ. തന്നെ ഇല്ലെന്ന് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ഞാനില്ല എന്ന് ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? മനസ്സ് വരെ ഇല്ലെന്ന് അനുഭവിക്കാം, പക്ഷെ ഞാനില്ല എന്ന് ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർവം വിടുക എന്നുള്ളതിൽ ഞാൻ ഉൾപ്പെടുന്നില്ല. ഞാനൊഴിച്ച് ബാക്കിയെല്ലാം വിടൂ. അപ്പോഴേക്ക് ഞാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ വ്യാപിച്ചു നിൽക്കുന്ന ശുദ്ധ ആനന്ദബോധമാണെന്ന് അനുഭവിക്കാറാവും. അതാണ് പറയുന്നത്, വിടുകിലവൻ വിശദാന്തരംഗനായി. അവന്റെ അന്തരംഗം പരമമായ സത്യത്തെ കാണാൻ കഴിവുള്ളതാകും. എന്നുവെച്ചാൽ എല്ലായിടത്തും ഒന്ന്. അതാണ് വിശദാന്തരംഗൻ. അന്തരംഗത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കടന്നു വന്നാൽ അതിനെ വിശദം പറയാനൊക്കില്ല. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സത്യത്തെ കാണുന്ന അന്തരംഗം വിശദ അന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം നിശ്ചയം. പിന്നെ അവൻ ഞാൻ ഈ ശരീരമാണ്, എന്നെ സുഖിപ്പിക്കുന്നത് ഈ ജഡപദാർത്ഥങ്ങളാണ് എന്നൊന്നും ഭ്രമിച്ച് ജീവിതത്തിൽ കിടന്നുഴലാൻ ഇടവരുന്നില്ല. എന്താ ഗംഭീരമായ ഉപദേശം. കൃഷ്ണൻ ഉപദേശിച്ചത് ഇത് തന്നെ, ഈശാവാസ്യോപനിഷത്ത് ഉപദേശിച്ചത് ഇത് തന്നെ. ഒന്നുകൂടെ വായിക്കാൻ. ജഡം അറിവിയില്ല, അറിവിനു ചിന്തയില്ല. ചിന്തയൊക്കെ ശബ്ദം ജഡമാണ്, അത് ബോധത്തിൽ ഒരിക്കലും സാധ്യമല്ല. ഇങ്ങനെ വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ഈ പദ്യത്തിനൊന്നും അർത്ഥമേ മനസ്സിലാവില്ല.
ഓരോരുത്തരും എന്തൊക്കെയോ ഇങ്ങനെ അവരവരുടെ സങ്കല്പം. ഇതൊക്കെ വ്യക്തമായ വേദാന്ത ശാസ്ത്രമാണ്. ശാസ്ത്രം പഠിക്കാതെ ആത്മോപദേശവും മറ്റും അങ്ങോട്ട് മനസ്സിലാക്കാൻ അങ്ങോട്ട് ചെന്നാൽ ആകെ കുഴയും. അവരവരും കുഴയും, കേൾക്കുന്നവരും ഒക്കെ കുഴയേണ്ടി വരും. ഇത് മനസ്സിലാക്കിയാൽ ഇതാ നമുക്ക് സ്പഷ്ടം. ജഡം അറിവില്ല, ജഡത്തിന് ബോധാനുഭവമില്ല. അറിവെന്ന് വെച്ചാൽ ബോധം, ബോധാനുഭവമില്ല. ജഡം അറിവില്ല, അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല, അറിവിൽ ശബ്ദമുണ്ടാവാൻ സാധ്യമല്ല എന്നറിഞ്ഞ് ഈ പരമമായ ശാസ്ത്രസത്യം വിചാരം ചെയ്ത് വ്യക്തമായി ഗ്രഹിച്ച് സർവം വിടുകൽ, താനല്ലാതെ കാണുന്ന ധ്വനി ഉൾപ്പെടെയുള്ള ഒന്നും ഉള്ളതല്ല എന്നുറപ്പിക്കുകയാണെങ്കിൽ അവയോട് പിന്നെ സംഘം, അറ്റാച്ച്മെന്റോ അവയോട് ഹേറ്റഡോ ഒന്നും വരാനില്ല. ഒക്കെ ബ്രഹ്മമയം. അപ്പോഴേക്കും ഉള്ളിൽ അന്തശീതളത പെരുകും, ആനന്ദം കൊണ്ട് ഉള്ളും പുറവും നിറയും. അതുതന്നെയാണ് ബ്രഹ്മാനുഭവം. അങ്ങനെ വിടുകിലവൻ വിശദാന്തരംഗനായി. നല്ല ഒന്നാന്തരം പദപ്രയോഗങ്ങളാണ്. അവന്റെ അന്തരംഗത്തിൽ ഒരു കളങ്കവും പിന്നെ ഇല്ല. അതാണ് വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്ന് ഞാൻ ശരീരമാണ് എന്ന് ചിന്തിച്ച് ഉഴലുന്നതില്ല. നൂനം നിശ്ചയം. ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും പ്രസക്തിയില്ല. ഇങ്ങനെ പോകുന്നു ഗുരുദേവന്റെ ആത്മോപദേശ ശതക ദർശനം. ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും നമുക്കൊരവസരം ലഭിക്കുന്നത് തന്നെ അതിരറ്റ പുണ്യത്തിന്റെ ഫലം. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഒരുമിച്ച് കൂടാം. ഈ സത്യത്തോട് പതുക്കെ പതുക്കെയെങ്കിലും അടുക്കാൻ ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.